ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് വെറൈറ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് വേറൊരു തീമിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ആരെയും കൊണ്ടല്ല, നമ്മുടെ സ്കുഷി. ആദ്യം തന്നെ പേപ്പർ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പിക്ചർ വരയ്ക്കാം. ഞാൻ ആദ്യം കാണിച്ച സ്റ്റിക്കർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ ആ ചിത്രം നോക്കിയിട്ട് കാണുന്നേ ഇല്ല, സേവ് ആക്കിയപ്പോൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റിക്കറിലുണ്ടല്ലോ എന്ന് അത് നോക്കി തന്നെ വരക്കാമെന്ന്. അങ്ങനെ അത് നോക്കി വരക്കുകയാണ്. ഞാൻ ഈ വരക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്ന 50% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ അവരെല്ലാം കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സപ്പോർട്ടാവുമല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിതാ ഏകദേശം അതിൻ്റെ രൂപമൊക്കെ വരച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു തീം നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ഒരു ബുൾസൈൻ്റെ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഈ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. പിന്നെ നമുക്കൊരു ഡസ്റ്റ് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. ഞാനത് ഞെക്കി ഫുള്ളായിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഭയങ്കര ഈസി ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്തു. അങ്ങനെ ഇത് ഞാൻ വെറും ഒരു സ്കുഷിയായിട്ട് മാത്രമല്ല, ഒരു ഡസ്റ്റ് ഡെക്കോറുമായിട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂട്ട് സാധനത്തിനെ ഇതുപോലെ ഒക്കെ വരച്ച് കളർ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു സങ്കടത്തിൽ നിൽക്കുന്നതിൻ്റെ തൊട്ടല്ല ഒരു ഫീൽ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ വൈറ്റ് കാണുന്ന ആ ഒരു പോർഷനിൽ ഇതുപോലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് തന്നെ. പിന്നെ കട്ടിയുള്ള പേപ്പേഴ്സ് വേണമെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ പേജാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് A4 എടുക്കാം, ഡ്രോയിങ് ഷീറ്റ് എടുക്കാം, ചാർട്ട് വരെ എടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് അതൊന്നും ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ റിസ്ക് ഒന്നും എടുക്കാണ്ട് ഒരു സാധാരണ പേപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി നമ്മളെന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം 2 പീസ് ഉണ്ടാകും, ഒന്ന് ബാക്ക് പീസും പിന്നെ ഒന്ന് ഫ്രണ്ട് പീസും. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാക്കാൻ വേണ്ടി കളർ വെച്ച് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, പ്ലാസ്റ്റർ ഒട്ടിക്കുക. പ്ലാസ്റ്റർ ആണല്ലോ നമ്മുടെ മെയിൻ ആൾ. അപ്പോൾ പ്ലാസ്റ്റർ ഒട്ടിക്കണം. ഞാൻ ജെല്ലി പെന്ന് വെച്ച് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ ഒന്ന് കറുപ്പിച്ചെടുത്ത് ഐലൈനറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റർ ഒട്ടിക്കണം. ഇത് 2 പീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പീസിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടെന്നറിയാം, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പ്ലാസ്റ്റർ ഒട്ടിച്ച് സെറ്റാക്കുക. അതിനുശേഷം മറ്റേ പീസും കൂടി ഇതിൻ്റെ മുകളിൽ വെക്കണം. അതിന് മുന്നേ നമ്മുടെ ഈ പ്ലാസ്റ്റർ കുനുകുന കട്ട് ചെയ്യണം കേട്ടോ. കുനുകുന മീൻസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഇത് ഭയങ്കര ഈസിയാണ്. പക്ഷേങ്കിൽ എനിക്കൊരു ഇങ്ങനെ കുറച്ച് മുകളിലോട്ടേക്ക് വെട്ടിപ്പോയാൽ ചെറുതായിട്ടൊന്ന് പേപ്പർ കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വേറൊരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെയൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ മറ്റേ പീസ് കൂടി വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. കവർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോട്ടൺ വെക്കാം, പ്ലാസ്റ്റിക് വെക്കാം, തുണി വെക്കാം, പഞ്ഞി വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ നമ്മുടെ പാവക്കുട്ടീൻ്റെ ഒക്കെ ഉള്ളിലുള്ള അങ്ങനത്തെ ഒരു സാധാ പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത്. തുണിയൊക്കെ വെക്കുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പിന്നെ പഞ്ഞി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈസി വേ ആണല്ലോ നമ്മളെപ്പോഴും നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലും ഈസി വേ നോക്കിയത്. അങ്ങനെ ഇതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പ്ലാസ്റ്റർ എടുത്ത് സൈഡൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ബാക്ക് കാണാൻ രസമുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കുഷി ഉണ്ടാക്കിയപ്പോഴും അതിൻ്റെ ബാക്ക് മുഞ്ചില്ലായിരുന്നു, പക്ഷേ ഫ്രണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ക്യൂട്ട് സംഭവം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. പിന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സീ യു ടു അനദർ വീഡിയോ. ബൈ.